പ്രിയമുള്ള സുഹൃത്തെ, ഞാനിന്ന് വ്യത്യസ്തമായൊരു വിഷയവുമായാണ്, ഒരു സാഹസികം എന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടു. ഞാൻ ഒരുപാട് ഇലക്ഷൻ കണ്ടയാളാണ്. പ്രായക്കൂടുതൽ കൊണ്ട് തന്നെ ഒരു ഇലക്ഷനിലും ആര് ജയിക്കും, എത്ര വോട്ട് നേടും എന്ന് എനിക്ക് കണക്ക് കൂട്ടാനേ ആവില്ല. പണ്ടൊക്കെ ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ രാഷ്ട്രീയ ചായ്വ് മനസ്സിനകത്തുള്ളത് കൊണ്ട് എൻ്റെ ചായ്വുള്ള ആളുകൾ ജയിക്കുമെന്നുള്ള ഒരു ധാരണ വളരെ പ്രാവശ്യം അത് തകർന്നു പോയിട്ടുണ്ട്. നിരാശയൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിരാശയൊന്നുമില്ല, ഒറ്റ നിരാശയോ വഴിയേ പറയാം. അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിയമസഭ, ഞാൻ മണ്ഡലത്തിലാണ് താമസിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം രാജഗോപാൽ ജയിച്ചപ്പോൾ വളരെ അതിശയമായിരുന്നു. ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് BJPക്ക് ഒരു MLA ഉണ്ടാകും, അക്കൗണ്ട് തുറക്കുക, ഗേറ്റ് വേ. അത് സംഭവിച്ചു. വളരെ അതിശയകരമായി തോന്നി. കാരണം ഒരു കണക്ക് കൂട്ടലിൻ്റെ ഒരു കുഴപ്പമാണ്. കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ട് രാജഗോപാലിൻ്റെ സാധ്യത ഒക്കെ. പക്ഷെ അന്നും അവർക്ക് കോർപ്പറേഷനിൽ ഒരുപാട് കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു, ഇന്നും. അതുകൊണ്ട് കേരളം ഉറ്റുനോക്കുന്ന, ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിയമം വികസിക്കുമോ, നിയമം മുന്നേറുമോ, നിയമത്തിൻ്റെ വളർച്ച BJP മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ളതാണ് നിയമത്തെ ഉറ്റുനോക്കാനുള്ള കാരണം. വളരെ പ്രധാനികളായ ആളുകൾ തന്നെയാണ് നിയമത്ത് മത്സരിക്കുന്നത്. ഇതിൻ്റെ നിയമം മണ്ഡലത്തിൻ്റെ ഒരല്പം ചരിത്രം നോക്കിക്കൊണ്ട് വേണം നമുക്ക് ഇങ്ങോട്ട് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. 57 A സദാശിവൻ CPI, 60 വിശ്വംഭരൻ PSP പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, അവർ കോൺഗ്രസിനോടൊപ്പം ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 67 M സദാശിവൻ CPI-M, 4ാമത്തെ നിയമസഭ 70 കുട്ടപ്പൻ PSP. പിന്നീട് 77, 80, 82, 5, 6, 7 നിയമസഭകളിൽ വരദരാജൻ നായർ, രമേശൻ നായർ, K കരുണാകരൻ, അങ്ങനെ തുടങ്ങി INCയുടെ ഒരു മണ്ഡലമായി. ഈ INCയുടെ മണ്ഡലമായിരിക്കുമ്പോൾ 70കളിലൊക്കെ ഞാനിവിടെ താമസമല്ല, ഞാൻ ചാലയിലാണ്. ഞാൻ ഇവിടെ താമസം തുടങ്ങിയത് 85ലാണ്. 1985 അമ്പലത്തറ സ്ഥലം വാങ്ങി താമസം തുടങ്ങിയത്. 8, 9, 87, 91 തങ്കപ്പൻ, VJ തങ്കപ്പനും ഭാസ്കരൻ വെങ്ങാനൂർ ഭാസ്കരൻ CPI-M. 2001, 2006 തുടർച്ചയായിട്ട് N ശക്തൻ നാടാണ് INCയുടെ. 2011 13ാമത്തെ നിയമസഭയിൽ ഇന്ന് മത്സരിക്കുന്ന ശിവൻകുട്ടിയായിരുന്നു CPI-Mൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചത്. 21, അതായത് ഈ അവസാനിക്കാൻ പോകുന്ന നിയമസഭയിലെ അവസാനത്തെ അംഗം 2016 രാജഗോപാൽ BJP. അങ്ങനെ BJP അക്കൗണ്ട് തുറന്ന ഒരു മണ്ഡലമായിരുന്നു. ഈ 2016 വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ രാജഗോപാലിന് 47.46%, അതായത് മുമ്പ് കിട്ടി 2011 കിട്ടിയതിനേക്കാളും 9.97% അധികം വോട്ട് കിട്ടി എന്നതാണ് ടോട്ടൽ നിയമത്തിൽ നിന്ന്. കേരളം ആകെ അവർക്ക് ഏകദേശം 15% വരെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നിയമത്ത് 47.4 അതൊരു രാജഗോപാൽ പ്രാവശ്യം പലയിടത്തു നിന്ന് തോറ്റത് കൊണ്ടുള്ള
ഒരു സഹതാപ തരംഗം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പോട്ടെ, ശിവൻകുട്ടിക്ക് 41.39% ഓഫ് വോട്ട്. കഴിഞ്ഞ പ്രാവശ്യം ശിവൻകുട്ടിക്ക് കിട്ടിയതിനേക്കാളും അല്ലെങ്കിൽ CPM കിട്ടിയതിനേക്കാളും 1.6% വോട്ട് കുറവായിരുന്നു. സുരേന്ദ്രൻപിള്ളയ്ക്ക് വളരെ നഷ്ടം. JDU UDFിൻ്റെ ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുവെങ്കിലും അദ്ദേഹം പ്രസിദ്ധനാണ്. ട്രിവാൻഡ്രത്തെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രൻപിള്ള, ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്ത് അദ്ദേഹം CPM LDFിലായിരുന്നു, CPM അല്ല LDFിലായിരുന്നപ്പോൾ ജയിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹത്തിന് 9.7% വോട്ടേ കിട്ടിയുള്ളൂ. 7.66% വോട്ട് നഷ്ടപ്പെട്ടു. ഈ 7.68 1.6 കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 9.97% വോട്ട് BJP കിട്ടിയതിൽ കോൺഗ്രസിൻ്റെ വോട്ടാണ് 7.25%. ഏകദേശം 1.5% CPMൻ്റെ വോട്ടും രാജഗോപാൽ നേടി എന്നുള്ളൊരു കണക്കാണ്. 2011 ശിവൻകുട്ടിക്ക് 42.99, ഏകദേശം 1.5% ഷിഫ്റ്റ്, താഴോട്ടുള്ള ഷിഫ്റ്റ് ഉണ്ടായിട്ടുള്ളൂ. അതേസമയം ചാരുപാറ രവി, അദ്ദേഹത്തിന് 17.38% വോട്ട് കിട്ടിയിരുന്നു. അതാണ് നേരെ 13%-ലേക്ക് താഴെ പോയത്. രാജഗോപാലിൽ അന്ന് 37.49% വോട്ട് ഉണ്ടായിരുന്നു 2011. ആ ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ കുറേ കാലം. പക്ഷേ 2006 കണക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നു. അന്ന് എൻ ശക്തൻ INCയുടെ 60,000 വോട്ട് വർദ്ധിച്ചു. ആ സ്ഥാനത്താണ് 2016 കേവലം 13,860 വോട്ടിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തി, UDF കൂപ്പുകുത്തി നിലം പതിച്ചത്. എത്രത്തോളം വോട്ട്! കേരളത്തിൻ്റെ മൊത്തം രാഷ്ട്രീയം എടുത്തു നോക്കുകയാണെങ്കിൽ BJP എന്ന കക്ഷി വളരുമ്പോൾ CPM ഏകദേശം തൻ്റെ നില മെച്ചപ്പെടുത്തുകയോ അല്ലെങ്കിൽ താഴോട്ട് പോകാതിരിക്കുകയോ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് എന്ന കക്ഷി താഴോട്ട് പോകുന്ന ഈ കോൺഗ്രസിൻ്റെ ക്ഷീണമാണ് യഥാർത്ഥത്തിൽ BJP മുതലാക്കുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. 60,884 വോട്ടാണ് നേടിയത്. ആ സ്ഥാനത്താണ് 2006 2016 ആകുമ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോൾ അത് കേവലം 13,000 വോട്ടായി ചുരുങ്ങി. അങ്ങനെയാണ് BJPക്ക് അത്രയും കുറച്ച്. അത് വെങ്ങാനൂർ ഭാസ്കർ, അദ്ദേഹത്തിന് 50,000 വോട്ട് കിട്ടി. അതേസമയം 2011 2011 ശിവൻകുട്ടിക്ക് 59,000 വോട്ട് കിട്ടി. 10 വർഷം കൊണ്ട് അവരുടെ വോട്ട് നില വർദ്ധിച്ചു എന്ന് വേണം കാണാനായിട്ട്. ഏകദേശം 19,000 വോട്ടിൻ്റെ വർധന അവിടെ ഉണ്ടായി എന്ന് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണർ ആയിരുന്ന ആൾ. രാഷ്ട്രീയ വൃത്തങ്ങളിൽ പറയപ്പെടുന്നത് ഗവർണറായിട്ട് കെട്ടുകെട്ടിച്ചു എന്നുള്ള. അദ്ദേഹത്തെ നിർബന്ധിച്ചാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ഈ നിലയ്ക്കൽ പ്രശ്നവുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ നിന്ന ഒരു ആളാണ്. അദ്ദേഹത്തെ നിർബന്ധിച്ചാണ് BJP പ്രസിഡന്റ് ആക്കിയതും പറ്റും. പക്ഷേ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ മിസോറാം ഗവർണറാക്കി. ഈ ഗവർണറാക്കുക എന്ന് വെച്ചാൽ ഒതുക്കുക എന്നുള്ളതിൻ്റെ ഏകദേശം മാന്യമായി ഒതുക്കുക. അവർക്കും സന്തോഷം, നമുക്ക് സന്തോഷം. തള്ളിവിടുമ്പോൾ വീഴാതിരിക്കാനുള്ളൊരു താങ്ങ് എന്ന നിലയ്ക്കാണ്. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ മനോരമയുടെ സർവേ അനുസരിച്ച് 41.3% വോട്ട് കിട്ടാം. ഈ 2021 ഇലക്ഷനിൽ മനോരമയുടെ സർവേ, അത് ഞാൻ കണ്ട ഒരു സർവേ എന്ന നിലയ്ക്ക്. സർവേയുടെ കണക്ക് പറയുമ്പോൾ സഫോളജിസ്റ്റുകളൊക്കെ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയും എന്ന് പറയാനേ പറ്റില്ല. അടിയൊഴുക്കുകൾ, കാണാച്ചരടുകൾ, വ്യത്യസ്തമായി ഉണ്ടാകുന്ന പൊടുന്നിരവേ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ശബരിമല തുടങ്ങിയ മാറ്റങ്ങളൊക്കെ ഇവരുടെ കണക്ക് കൂട്ടലെ തെറ്റിക്കാം.
അതേസമയം 2021 ശിവൻകുട്ടിക്ക് അവർ പ്രവചിക്കുന്നത് 41.2. നോക്കൂ, 41.3 കുമ്മനത്തിന്, 41.2 സെയിം 41.1% വോട്ടിൻ്റെ വ്യത്യാസമാണ് കുമ്മനത്തിനും ശിവൻകുട്ടിക്കുള്ളത്. ഒരു എഡ്ജ് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ വളരെ ശക്തമായ ഒരു ഫൈറ്റാണ്. പക്ഷേ ഈ സർവേ എടുത്തത് മുരളീധരൻ രംഗത്ത് വരുന്നതിന് മുമ്പാണ്, മാർച്ച് 15 മുമ്പാണ്. അവരുടെ തർക്കം, പിടലപ്പണക്കം, അതൊക്കെ കോൺഗ്രസിൻ്റെ തനി സ്വഭാവമാണല്ലോ. അത് മിക്കവാറും ഞാൻ പണ്ട് കണ്ട എല്ലാ ഇലക്ഷനിലും കോൺഗ്രസിൻ്റെ ഈ ഒരു ആൾക്കൂട്ടമായതുകൊണ്ട് അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ ധാരണ. ചെയ്യുന്നത് കൊണ്ട് അവരുടെ അടിപിടി ആൾക്കൂട്ടമാണെങ്കിൽ അടിപിടി സ്വാഭാവികമാണ്. പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അടിച്ചമർത്തലിൻ്റെ നയം അവിടെ വേണ്ടി വരും. അത് BJPക്ക് CPMനൊക്കെ സാധിക്കുന്നതാണ്. കോൺഗ്രസ് ഒരു എന്താ പറയുക, ഒരു ജനാധിപത്യ രാഷ്ട്രീയ കക്ഷി എന്ന നിലയ്ക്ക് ജനാധിപത്യം കൂടിപ്പോകുന്നത് കൊണ്ടുള്ള ദോഷമെന്ന് കൂടിപ്പോകേണ്ടതാണ്. അങ്ങനെ ഒരു വസ്തുത കൂടെ നമുക്ക് പറയാതിരിക്കാൻ ഒക്കുന്നില്ലെങ്കിലും 41.2 ശിവൻകുട്ടി, 41.3 ബിഫോർ ദ കാൻഡിഡേറ്റ് ഓഫ് മുരളീധരൻ. പക്ഷേ മുരളീധരൻ വരുമ്പോൾ ചിത്രമാകെ മാറുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമായി മാറും. മുരളീധരൻ എങ്ങനെ ഈ ഇലക്ഷനെ സ്വാധീനിക്കും, അദ്ദേഹം എത്ര വോട്ട് പിടിക്കും, എവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വോട്ട്, ആ വോട്ട് നില ആരെയൊക്കെ ബാധിക്കും, മുരളീധരൻ ജയിക്കുമോ, കുമ്മനത്തിൻ്റെ വിജയ സാധ്യത ഇപ്പോൾ നിലവിലുള്ള സബോളജിസ്റ്റുകളുടെ കണക്കുകൂട്ടലനുസരിച്ചുള്ള കുമ്മനത്തിൻ്റെ ലീഡ് ശിവൻകുട്ടി മറികടക്കും. വളരെ നിർണായകമായ, വളരെ സങ്കീർണമായ, അതുകൊണ്ട് തന്നെ സെഫോളജിസ്റ്റുകളൊക്കെ വളരെ ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുന്നുണ്ട് എന്ന്. മിസോറാം ഗവർണറായിരുന്ന ആളിനാണ് ഇദ്ദേഹം. പക്ഷേ ഇദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂരുമായിട്ട് ട്രിവാൻഡ്രം പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് തരൂരിൻ്റെ പല മണ്ഡലങ്ങളിലും നല്ല ലീഡുണ്ടായിരുന്നു. ഞാൻ ശശി തരൂരിന് വോട്ട് ചെയ്തില്ല, അത് ഞാൻ വഴിയെ പറയാം. എനിക്ക് ശശി തരൂരിനെ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം, ബുദ്ധി, വിവേകം, പക്വത, അറിവ്, ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പക്ഷേ ഞാൻ വോട്ട് ചെയ്തില്ല. അതിൻ്റെ കാരണം എനിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഞാൻ വോട്ട് ചെയ്തില്ല, വഴിയെ പറയാം അതിൻ്റെ കാരണം. ആ ഇലക്ഷനിൽ നേമം മണ്ഡലത്തിൽ ശശി തരൂർ, അന്ന് ശശി തരൂരിനെതിരായി മത്സരിച്ചത് കുമ്മനമാണ്. 12,000 വോട്ടിന് ശശി തരൂർ പിറകിലായിരുന്നു എന്നുള്ളത്. അപ്പം നേമം മണ്ഡലത്തിൽ BJPക്ക് ശക്തമായ ഒരു വോട്ട് ബേസ് ഉണ്ടായിക്കഴിഞ്ഞു. ഇതിൻ്റെ കാരണമായി പറയുന്നത് വർഗീയത മാത്രമല്ല. ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നുള്ളത് കേരളത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ എന്ന പോലെ തന്നെ ഇവിടെ അങ്ങനെ വർഗീയതയുടെ ഭയങ്കര കുത്തൊഴുക്കൊന്നും പ്രഥമദൃഷ്ട്യാ കാണാൻ സാധ്യമല്ല. അന്തർധാരയുണ്ടോ എന്നുള്ളത് അറിയില്ല, മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെ ഈ രാജഭക്തി, നായർ പ്രമാണിമാരുടെ തൻ പ്രമാണിത്വം, എനിക്കറിയാവുന്ന ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ, അദ്ദേഹം ആ നായർ തറവാടിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പറയട്ടെ, അതൊക്കെ പക്ഷേ എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നായർ സമുദായത്തിൽ നിന്നാണ്. എല്ലാം മാന്യമായ ജനാധിപത്യ ബോധമുള്ള, എന്താ പറയുക, മതേതരത്വത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, വർഗീയത തൊട്ടു തീണ്ടിയില്ലാത്ത ആളുകൾ, അങ്ങനെ പല വിഭാഗം ആളുകളും എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാകുമെങ്കിലും പൊതുവേ അവരും ഇനി ഈ നേമം മണ്ഡലത്തിലെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു പ്രത്യേകത, ഇത് തിരുവിതാംകൂർ മഹാരാജാവ് ഇവിടെ ഒരുപാട് തമിഴ് ബ്രാഹ്മണന്മാരെ കൊണ്ടുവന്നിരുന്നു. തെരുവുകളിലൊക്കെ അവർ താമസിക്കുന്നു. അവർക്കൊക്കെ BJPയോട് വല്ലാത്ത അടുപ്പമുണ്ട്. ആ അടുപ്പത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് 80-ലുണ്ടായ ചാല കലാപവുമായി ബന്ധപ്പെട്ട മുസ്ലിങ്ങൾ ഒരു ദിവസം രാവിലെ ആലപ്പുഴയിലുണ്ടായ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായി അഴിഞ്ഞാടി. അതിനുശേഷം BJPക്കാരിറങ്ങി തിരിച്ചിങ്ങോട്ട് ചാല നിന്ന് കത്തുകയായിരുന്നു. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല.
മറ്റൊരവസരത്തിൽ വിവരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട്. അങ്ങനെ ആ ഒരു ഫാക്ടർ ഇവിടെയുണ്ട്. ഒന്ന് രാജഭക്തി, 2 തമിഴ് ബ്രാഹ്മണർ, 3 ഒരുപാട് തമിഴ് വംശജർ ഇവിടെയുണ്ട്. അവർക്കൊക്കെ ഒരു മനസ്സുകൊണ്ട്, പുതിയ തലമുറയ്ക്കല്ല, നേരത്തെ വന്ന തലമുറയ്ക്ക് മലയാളികളെ പേടിയാണ്. തമിഴൻ എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിക്കുകയും അവരെ ചൂഷണം ചെയ്യാനുള്ള ഒരു ത്വര അത് എല്ലാ സമൂഹങ്ങളിലും ഉണ്ടാകുമല്ലോ, വരുത്തൻ എന്ന നിലയ്ക്ക്. അതിവിടെ പ്രകടമാകും. അവരൊക്കെ ഒരു സംരക്ഷണമായി കാണുന്നത് BJP ആണ്. അപ്പം ബ്രാഹ്മണസ്, അത് കഴിഞ്ഞാൽ രാജഭക്തിയുള്ള ആളുകൾ, അത് കഴിഞ്ഞാൽ തമിഴ് വംശജരായ മറ്റവർ, തമിഴ് ബ്രാഹ്മണർ മഹാരാജാവ് കൊണ്ടുവന്നു. ഇവരുടെയൊക്കെ ഒരു മുൻതൂക്കമുള്ള മണ്ഡലമാണ് നിയമത്തിന്. മറ്റൊരു പ്രത്യേകത, നിയമം ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ ആകെ തുക എന്ന് പറയുന്നത് 14%. പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ. ക്രിസ്ത്യൻ ന്യൂനപക്ഷം വളരെ വളരെ കുറവാണെങ്കിലും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ശതമാനം മൊത്തം ജനസംഖ്യയിൽ ഏകദേശം 2 ലക്ഷം ആളുകളാണ് ഇവിടെ ഉള്ളത് എന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. ഏകദേശം 1.9 എന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ 14. പക്ഷെ കേരളം എമ്പാടും നോക്കുകയാണെങ്കിൽ 28% മുസ്ലിം ന്യൂനപക്ഷമുള്ള സ്ഥിതിക്ക് നിയമം മണ്ഡലത്തിൽ അത് 14 കുറയുമ്പോൾ അങ്ങനെ പല ഫാക്ടേഴ്സും കൂടി ചേർന്നാണ് നിയമം മണ്ഡലത്തെ ഒരു BJP ബേസ് ആക്കി തീർക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ രാജഗോപാലിനുള്ള സഹതാപ തരംഗവും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ചേർന്ന് ആ ഒരു എവല്യൂഷൻ, BJPയുടെ ഗേറ്റ് വേ എന്ന എവല്യൂഷന് കാരണമായി. എങ്കിൽ നമുക്ക് ഗവനിക്കാനുള്ള കാര്യം, രാജഗോപാൽ മാറി കുമ്മനം പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ശശി തരൂരുമായി ഏറ്റുമുട്ടിയപ്പോൾ അദ്ദേഹത്തിന് ശശി തരൂരിനേക്കാളും 12,000 വോട്ട് കൂടുതലുണ്ടായിരുന്നു. ആ സ്ഥാനത്താണ് ഇന്ന് മുരളി വരുന്നത്. നമുക്ക് വഴി അത് പരിശോധിക്കാം. ഇനി 2020 ലോക്കൽ ബോഡി ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ നേമം മണ്ഡലത്തിലെ കോർപ്പറേഷൻ വാർഡിൽ മൊത്തം 21 വാർഡുണ്ട് എന്നാണ് എൻ്റെ കണക്കൂട്ട്, എൻ്റെ ഓർമ്മ. അതിൽ 14 വാർഡുകൾ BJPക്കാണ്, 7 വാർഡുകളാണ്. മറ്റുള്ള പല വാർഡുകളിലും ഏകദേശം നല്ലൊരു ചങ്ക് അവർ 50-ൽ കൂടുതൽ പ്രതീക്ഷിച്ചെങ്കിലും BJPക്ക് കിട്ടിയില്ല. ഇപ്പോൾ നേമം മണ്ഡലത്തിൽ അവർക്ക് 14 കോർപ്പറേഷൻ കൗൺസിലേഴ്സും CPMന് 7. അങ്ങനെ കഴിഞ്ഞു പോയ ഒരു ഇലക്ഷൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പ് വെച്ച് നോക്കുകയാണെങ്കിലും BJPക്ക് മുൻതൂക്കമുണ്ട്. എന്തുകൊണ്ടും BJPക്ക് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമായി, ഉറച്ച മണ്ഡലമായി നിയമം നിൽക്കുമ്പോൾ മുരളീധരൻ്റെ വരവ്, ബാക്കിയുള്ള രാഷ്ട്രീയ കാലാവസ്ഥ, മുഖ്യമന്ത്രിയുടെയും LDFൻ്റെയും എന്താ പറയുക, ഒരു ചെറിയ തരംഗം എന്ന് തോന്നത്തക്ക ഒരു ചെറിയ നേരിയ തരംഗം, അല്ലെങ്കിൽ ഇൻകംബൻസി ഇല്ലാത്ത, ഭരണകൂട വിരുദ്ധ വികാരം ഇല്ലാത്ത ഒരു ഇലക്ഷൻ ആയതുകൊണ്ട് കുമ്മനം രാജശേഖരൻ BJPയുടെ സ്ഥാനാർത്ഥിയായപ്പോൾ രാജഗോപാലിന് അത് ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളിൽ നിന്ന് അദ്ദേഹത്തിന് അനിഷ്ടം. ഇനി ഈ വയസ്സാം കാലത്തും അദ്ദേഹം സീറ്റ് കിട്ടിയില്ല എന്നുള്ള വ്യഥയിലാണോ അങ്ങനെ പറഞ്ഞത്? പക്ഷെ അദ്ദേഹം ഇപ്പോൾ LDFനെ, അതുപോലെ പിണറായി വിജയനൊക്കെ ഒരു നോക്കിക്കാണലിൻ്റെ രീതി തനി BJPയുടെ രീതിയിൽ നിന്നും വ്യത്യസ്തമാണ്. ചെറിയ നേരിയ വ്യത്യാസം അദ്ദേഹത്തിൽ പ്രകടമാകുന്നു. അതെന്തുകൊണ്ട് എന്ന് വായിച്ചെടുക്കാനുള്ള കഴിവ് എനിക്കില്ല. ഈ രാജഗോപാൽ എന്ന എൻ്റെ MLA എൻ്റെ മണ്ഡലത്തിൽ എന്തെങ്കിലും ചെയ്തോ എന്ന് ഇവിടുത്തെ വോട്ടർ എന്ന നിലയ്ക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ 10 മാർക്ക് പോലും നൽകില്ല. അതിന് മുമ്പ് ശിവൻകുട്ടിയായിരുന്നു. ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ആളുകളുടെ ധാരണ ശിവൻകുട്ടി നല്ല ഒരു കൗൺസിലർ ആയിരുന്നു. വ്യക്തിയാണോ അത് മറ്റേ വഴിയെ പുറത്തോട്ട്. ഞാൻ ഇവിടെ ഈ ഇലക്ഷൻ്റെ രീതി 2ആയി കാണുന്നു. ആര് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന സഫോളജിസ്റ്റുകളുടെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് പോർഷൻ നമ്പർ 1. പോർഷൻ നമ്പർ 2, ഞാൻ വോട്ട് ചെയ്യുകയാണെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യും? എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിക്കുന്നു, നേമം മണ്ഡലത്തിൽ താമസിക്കുന്ന ഒരു സുഹൃത്ത്, ഞാൻ ആർക്ക് വോട്ട് ചെയ്യും? ഞാൻ അയാളോട് എന്ത് പറയും? അതായത് എൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണ്, നിലനിൽക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ
പോൾ വിദഗ്ധന്മാർ, തെരഞ്ഞെടുപ്പ് വിദഗ്ധന്മാർ എങ്ങനെ കാണും? ആദ്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പോൾ വിദഗ്ധർ, തെരഞ്ഞെടുപ്പ് വിദഗ്ധർ, സെഫോളജിസ്റ്റുകളുടെ നിരീക്ഷണമാണ്. എങ്കിലും സുരേന്ദ്രൻ പിള്ള പറഞ്ഞത് 2016 കോൺഗ്രസും BJPയും തമ്മിൽ വോട്ടു കച്ചവടം നടത്തി, വോട്ടു തിരിമറി. കച്ചവടമൊന്നല്ല, ഈ കച്ചവടത്തിൽ നിന്ന് എനിക്ക് വിശ്വാസമല്ല കേട്ടോ, എനിക്കത് മനസ്സിലാകാത്തൊരു കാര്യമാണ്. പക്ഷേ എന്താ പറയുക, പ്രവർത്തനത്തിൻ്റെ തോത് കുറയ്ക്കുക, അശക്തനായ സ്ഥാനാർത്ഥിയെ നിൽക്കുക, പ്രശ്നത്തിൽ പിന്നോട്ട് പോവുക തുടങ്ങിയ ടാറ്റിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അണ്ടർസ്റ്റാൻഡിങ് അത് ഇരു മുന്നണികളും സ്വീകരിക്കുന്നു എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 1.92 lakhs വോട്ടേഴ്സ് ഇൻ നേമം കോൺസ്റ്റിറ്റ്യുവൻസി. ഇതിൽ 30,000 വോട്ടുകൾ മുസ്ലിംസ്, 30,000 വോട്ടുകൾ നാടാർ സമുദായത്തിൽപ്പെട്ടതാണ്. കോൺഗ്രസ് BJP ഹാവ് ഫീൽ ദാറ്റ് അപ്പർ കാസ്റ്റ് നായർ കാൻഡിഡേറ്റ്സ്, ഈ 3 സ്ഥാനാർത്ഥികളും ത്രികോണ മത്സരത്തിലെ ശിവൻകുട്ടി, കുമ്മനം രാജശേഖരൻ, ദെൻ മുരളീധരൻ, ഇവർ 3 പേരും നായർ സമുദായ അംഗമെന്നുള്ളത് സെഫോളജിസ്റ്റുകൾ വിലയിരുത്തുന്ന ഒന്നാണെങ്കിൽ, ഇനി നമുക്ക് സെഫോളജിസ്റ്റുകളുടെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കണക്കും അറിയില്ല, കണക്ക് കൂട്ടാൻ ഞാൻ തീർത്തും അശക്തനാണ്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മണ്ഡലത്തിൽ ആര് ജയിക്കും, കേരളത്തിൽ ആര് ജയിക്കും, എനിക്ക് തികഞ്ഞ ഡിലമ്മയാണ് എന്നൊക്കെ ഉണ്ടായത്. ഇപ്പോഴും അത് തന്നെയാണ്. അതുകൊണ്ട് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു അഭിപ്രായം തോന്നിയപ്പോൾ ഞാൻ സെഫോളജിസ്റ്റുകളുമായി ബന്ധപ്പെട്ടു. തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുണ്ടല്ലോ, എനിക്കറിയാവുന്ന തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുമായി ഞാൻ ബന്ധപ്പെട്ടു. അങ്ങനെ 2 പേർ പറഞ്ഞ അഭിപ്രായം പ്രബലമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട്, അത് 2 വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആയതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുക. ആദ്യത്തെ ആളുടെ പേര് ഞാൻ അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിക്കാത്തത് കൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കുമ്മനത്തിന് 12,000 ലീഡ് ഉണ്ടായിരുന്നു. ശശി തരൂരായിരുന്നു ജയിച്ചത്. ഞാൻ ആദ്യം ചോദിച്ച ആളുടെ എന്ന് പറയും, എക്സിൻ്റെ അഭിപ്രായത്തിൽ ശശി തരൂരിനേക്കാളും നേമം മണ്ഡലത്തിൽ മുരളീധരൻ ഒരു പ്രാമാണിക മത്സരാർത്ഥി അല്ല. അദ്ദേഹം കോൺഗ്രസ് അങ്ങനെ അവകാശപ്പെടുന്നുവെങ്കിലും ശശി തരൂരിനേക്കാളും കൂടുതൽ ഈ 12,000 വോട്ട് കുമ്മനത്തിനുള്ളതിനെ അടർത്തി മാറ്റാനോ അനക്കാനോ ഇയാൾക്ക് കഴിയില്ല, മുരളീധരന് കഴിയില്ല. കരുണാകരൻ്റെ മകനാണ്, കരുണാകരൻ നേമം മണ്ഡലത്തെ പ്രതിദാനം ചെയ്ത ആളാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പക്ഷേ കരുണാകരൻ അന്ന് നേമം മണ്ഡലത്തെ മാളെ നിലനിർത്തുകയും നേമത്തെ കളഞ്ഞിട്ട് പോയ ആളെന്ന നിലക്കുള്ള ഒരു അതൊക്കെ ആളുകൾ ഓർത്തൊക്കെ വോട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പോട്ടെ, ന്യൂനപക്ഷ വോട്ട് 14% എന്ന് പറഞ്ഞു. കേരളത്തിൽ എമ്പാടും 28% വളരെ നിർണായകമായി തീരാൻ പോകുന്നത് മുസ്ലിം വോട്ടാണ്. ഈ 2 പേരുടെയും സെഫോളജിസ്റ്റിൻ്റെയും എക്സിൻ്റെ അഭിപ്രായത്തിൽ അതിനെ ഒന്ന് ക്രോഡീകരിച്ച് ക്രക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നേമം മണ്ഡലത്തിൽ 30,000 വരുന്ന മുസ്ലിങ്ങളുടെ വോട്ടാണ് നിർണായകമായി മാറുന്നത്. 30,000 ആണെങ്കിൽ തന്നെയും അതെങ്ങോട്ട് ചേരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വളരെ നിർണായകം. ചുരുക്കി പറയുകയാണെങ്കിൽ നേമത്തെ MLA-മാരെ തിരഞ്ഞെടുക്കാനുള്ള ഭാഗ്യം മുസ്ലിങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ മടിക്കേണ്ടതില്ല എന്നാണ് വിദഗ്ധൻ്റെ അഭിപ്രായം. എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ് മനസ്സിലാകട്ടെ. മുരളീധരൻ്റെ വരവോടുകൂടി മുസ്ലിങ്ങൾ ആൾക്കൂട്ട് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ശശി തരൂരിനും എൻ ബ്ലോക്ക് വോട്ട് ചെയ്തു, ശിവൻകുട്ടിക്കും എൻ ബ്ലോക്ക് വോട്ട് ചെയ്തു. BJPക്ക് തോൽപ്പിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ശക്തമായ വികാരം അവർക്കുണ്ടായിരുന്നു എന്നതിൻ്റെ കാരണത്തിൽ അങ്ങനെയാണെങ്കിൽ മുരളീധരൻ ശിവൻകുട്ടിയുടെ മുസ്ലിം വോട്ടുകളെ
സ്വായത്തമാക്കുകയാണെങ്കിൽ കുമ്മനം നേടിയ 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പിറകെ പോവുകയും കുമ്മനം ജയിക്കാനുള്ള സാധ്യതയാണ് എക്സ് എന്നോട് പറയുന്നത്. ഒരു ഏകദേശം ശരിയാകാവുന്ന കണക്കാണ്. എൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി കുമ്മനം രാജശേഖരൻ നേരിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാനുള്ള സാധ്യതയാണ് എക്സ് ഇവിടെ പറയുന്നത്. കാരണം കുമ്മനത്തിന് BJPക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ നേമം മണ്ഡലം ഒരു ഉറച്ച മണ്ഡലമായതുകൊണ്ടും മുസ്ലിം വോട്ടുകൾ നിർണായകമായതുകൊണ്ടും മുസ്ലിങ്ങൾ LDFനെ കൈവിട്ട് കോൺഗ്രസിനെ സ്വീകരിക്കുമെങ്കിൽ BJPയെ രക്ഷിക്കുന്നതായിരിക്കും മുസ്ലിങ്ങളുടെ നിലപാട് എന്നുള്ള കാര്യം. ഇത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നു ഇല്ല. അതും മനസ്സിലാക്കാനുള്ള ത്രാണിയോ വിവേകമോ അറിവോ അതിന് പറഞ്ഞു കൊടുക്കാനുള്ള നേതൃത്വമോ അവർക്കില്ലാത്തത് കൊണ്ട് അത് സംഭവിക്കുകയില്ല. അങ്ങനെ BJPയെ അങ്ങേയറ്റം മനസ്സുകൊണ്ട് വെറുക്കുന്ന, ഭയപ്പെടുന്ന, പേടിയോടി കാണുന്ന മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ട് കൊണ്ട് നേമത്ത് BJPയുടെ ബേസ് ഉറപ്പിക്കപ്പെടും താൽക്കാലികമായിട്ടെന്നാണ് എക്സിൻ്റെ വിലയിരുത്തൽ. ഇനി രണ്ടാമത്തെ ആള് ഡോക്ടർ ജോസ് കുട്ടി. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സൈക്കോളജിസ്റ്റാണ്, പല ചാനലുകളിലും വന്നിട്ടുള്ളതാണ്. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലെ പൊളിറ്റിക്കൽ വിഭാഗം മേധാവിയാണ്. അദ്ദേഹവുമായി ഞാൻ ബന്ധപ്പെട്ടു, നമ്പർ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടി, ഞാൻ തിരഞ്ഞെടുത്തു, എനിക്ക് കണ്ടുപിടിച്ചു നമ്പർ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മൊത്തം കേരളത്തിൽ LDFന് അനുകൂലമായ ഒരു നിലപാടുണ്ട്. ഇപ്പം ശ്രീകണ്ഠൻ നായർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ആൾക്കാരെ വിട്ട് മലപ്പുറത്ത് സർവേ നടത്തിയപ്പോൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞവർ തന്നെ ഏത് മുഖ്യമന്ത്രി വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞു. അത്രത്തോളം ജനസ്വാധീനം കഴിഞ്ഞ 5 വർഷത്തെ ഭരണ മികവ് കൊണ്ട്, ഞാൻ മികവ് എന്ന വാക്ക് ഉപയോഗിച്ചതേ ഉള്ളൂ, സോറി, അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു എന്ന്. ഇദ്ദേഹത്തിൻ്റെ ജോസ് കുട്ടി സാറിൻ്റെ അഭിപ്രായത്തിൽ രാജഗോപാലിന് കിട്ടിയ വോട്ട് കുമ്മനത്തിന് കിട്ടണമെന്നില്ല. നമ്മൾ 12,000 വോട്ട് കണ്ടു, അത് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യൂവൻസി ആയതുകൊണ്ടാണ്. അത് ഒരു വലിയ പ്രദേശത്തെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശം മാത്രം ചുരുങ്ങിയുള്ള പ്രചരണത്തിൻ്റെ കുറവുണ്ടാകുന്ന എന്നതുകൊണ്ടും ഈ പിണറായി ഫാക്ടർ വർക്ക് ചെയ്യുന്നത് കൊണ്ടും ഈ 12,000ൻ്റെ കണക്ക് അലിഞ്ഞു പോകാമെന്നാണ് അദ്ദേഹത്തിൻ്റെ. ലോക്സഭയെയും നിയമസഭയെയും ഒരേ തട്ടിൽ കാണേണ്ട കാര്യമില്ല. ഈ 12,000 വോട്ടിൻ്റെ ലീഡ് അദ്ദേഹത്തെ നിലനിർത്താൻ സാധ്യമല്ല എന്നുള്ളതാണ്. സുരേന്ദ്രൻ പിള്ളയ്ക്ക് നഷ്ടപ്പെട്ട BJP വോട്ടുകൾ, അതായത് നമ്മൾ 2006 മുതൽ കോൺഗ്രസിൻ്റെ തകർച്ച കണ്ടതാണ്. പ്രത്യേകിച്ച് 11, 16, 21 ആ തകർച്ചയുടെ തോതിൽ നിന്ന് മുരളി എന്ന പ്രമാണി രംഗത്ത് വന്നതുകൊണ്ട് കോൺഗ്രസ് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനവിടെ സാധിച്ചാൽ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. സാധിച്ചാൽ ശിവൻകുട്ടി ജയിക്കാനുള്ള സാധ്യതയാണ്. 2 വ്യത്യസ്തമായ ന്യൂനപക്ഷങ്ങൾ ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്താലും വിജയിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ ഈ മുരളി വിട്ടുപോയ കോൺഗ്രസ് വോട്ടുകൾ കുമ്മനത്തിൽ നിന്ന് പിടിച്ചെടുക്കുകയാണെങ്കിൽ പോലും ശിവൻകുട്ടി ജയിക്കണമെങ്കിൽ മുസ്ലിം വോട്ടുകൾ കിട്ടണം. അപ്പോൾ രണ്ടാമത്തെ ആളിൻ്റെ അഭിപ്രായത്തിലും നേമം മണ്ഡലത്തിൻ്റെ തലയിലെഴുത്തു വിധി, തലയിൽ എടുത്ത് വെറുതെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, അൻപിൽ ചാടിക്കറി വിമർശിക്കാൻ വരണ്ട. മുൻകൂർ 2 വിദഗ്ധന്മാരുടെ അഭിപ്രായത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം കൂടിയാണ്. നേരിയൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു കേട്ടോ. നേമം മണ്ഡലത്തിൻ്റെ വിധി എഴുത്ത് നേമം മണ്ഡലത്തിലെ 30,000 വരുന്ന 14% വരുന്ന മുസ്ലിം ന്യൂനപക്ഷം
ഇങ്ങോട്ട് എൻ ബ്ലോക്കായിട്ട് ചരിയുകയല്ല, ഒരു 80-70%. ആ 70-80% നിർണായകമായ തീരുമാനം ആയി തീരാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ഇവിടെ 2 രീതിയാണ്. നേരത്തെ നമ്മൾ കണ്ടപ്പോൾ കുമ്മനം രാജശേഖരൻ ജയിക്കാനുള്ള സാധ്യത. സെക്കൻഡ് ഫാക്ടർ, ശിവൻകുട്ടി ജയിക്കാം. അപ്പോഴും കോൺഗ്രസിൻ്റെ പ്രമാണി 3ാം സ്ഥാനത്തേക്കാണ് എന്നുള്ളത് ഒരു സൂചകമായി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഈ കണക്കുകളൊക്കെ 100% തെറ്റിപ്പോയിട്ടുള്ള ചരിത്രം, തെരഞ്ഞെടുപ്പ് ചരിത്രത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ വിസ്മരിച്ചിട്ട് കാര്യങ്ങളെ കാണും. ചിലപ്പോൾ ശിവൻകുട്ടി 3ാം സ്ഥാനത്തേക്ക് പോവുകയും കുമ്മനം 2-ലും മുരളി 1-ലും വന്നാൽ അതൊക്കെ അതിശയപരമായി സംഭവിക്കാവുന്ന, അടിയൊഴുക്കുകളുമായി ബന്ധപ്പെട്ട് സംഭവിക്കാവുന്ന. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച മറ്റൊരു കാര്യം, കേരളമെമ്പാടും എടുത്ത് പരിശോധിക്കുമ്പോൾ സ്ത്രീകളുടെ തെരഞ്ഞെടുപ്പ് സാക്ഷരത, ആ നിലപാട് അദ്ദേഹം പറയുന്നത് വളരെയധികം മാറ്റം. അത് ഇന്ത്യ ഒട്ടുക്കും കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് NDTV റിപ്പോർട്ട് ചെയ്തത് സ്ത്രീകൾ പുരുഷന്മാരെക്കാളും അധികമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു, അവർ വോട്ട് ചെയ്യുന്നു എന്ന്. കേരളത്തിലും അത് പ്രതിഫലിക്കും എന്നുള്ളതാണ്. ആ പ്രതിഫലനം പിണറായി വിജയന് തുണയ്ക്കാമെന്നാണ്. പല വീട്ടമ്മമാരുടെയും ക്ലിപ്പുകൾ നമ്മൾ കണ്ടതാണ്. മാതൃഭൂമിയുടെ പല ക്ലിപ്പുകളും നമ്മൾ കണ്ടതാണ്. വീട്ടമ്മയോട് ചോദിക്കുമ്പോൾ അവർ കിറ്റ്, മറ്റുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ സ്ത്രീകളുടെ തെരഞ്ഞെടുപ്പ് സാക്ഷരതയും അവരുടെ സജീവ സാന്നിധ്യവും, ഈ സജീവ സാന്നിധ്യം പറയുമ്പോഴത്തേക്ക് കുടുംബശ്രീ, പിന്നെ സ്ത്രീ സംഘടനകളുടെ അയൽക്കൂട്ടം, ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ തമ്മിൽ ഇടപഴകാനും ചർച്ച ചെയ്യാനും അവരുടെ, മാത്രമല്ല എല്ലാ പ്രദേശത്തും പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50%-ത്തിലധികം വോട്ടുകൾ അവർക്ക് നീക്കിവെക്കപ്പെട്ടതുകൊണ്ടും, എൻ്റെ ഓർമ്മയാണ് പറയുന്നത് കേട്ടോ, 50% ഓർമ്മയില്ല, തീർച്ചയല്ല. അതുകൊണ്ട് സ്ത്രീകളുടെ പ്രാതിനിധ്യവും സ്ത്രീകളുടെ തിരഞ്ഞെടുപ്പ് അവകാശവും അവർ വിനിയോഗിക്കുന്ന രീതിയിൽ പ്രകടമായ വ്യത്യാസം വരുത്തിക്കൊണ്ട് മാറേണ്ട ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു മേഖലയിൽ 50%-ത്തോളം വരുന്ന സ്ത്രീകൾ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തും സാന്നിധ്യം കൊണ്ടും തെരഞ്ഞെടുപ്പ് സാക്ഷരത കൊണ്ടും നിൽക്കുമെന്ന്. ഇനി അടുത്ത ഘട്ടത്തോടുകൂടി അവസാനിപ്പിക്കാം. എന്നോട് ചോദിച്ചാൽ ഞാൻ ആർക്ക് വോട്ട് ചെയ്യും? എന്നോട് ചോദിക്കുന്നു ആർക്ക് വോട്ട് ചെയ്യും? എൻ്റെ അഭിപ്രായം എന്തായിരിക്കും? ആദ്യം തന്നെ ഞാൻ റിസൾട്ട് പറഞ്ഞുകൊണ്ട് കാരണം പിന്നീട് പറയാം. ഞാൻ LDFന് വോട്ട് ചെയ്യാം. LDFന് വോട്ട് ചെയ്യാൻ പറയും. എന്തുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ ഈ 64 വയസ്സിൽ ഏകദേശം കേരളത്തിൽ വന്നതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പുകളൊക്കെ കാണുകയും വ്യക്തി എന്ന നിലയ്ക്ക് രാഷ്ട്രീയ പക്വത വന്നതിന് ശേഷം UDF LDF ഭരണം കാണുകയും ഒക്കെ ചെയ്തതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ ശക്തനായ കോൺഗ്രസ്സുകാരനാണ് കേട്ടോ. നാവടയ്ക്കും പണിയെടുക്കും എന്നൊക്കെ പറയുന്നത് വ്യക്തിയാണ് കേട്ടോ ഞാൻ. ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ വലിയ പ്രേമം ഉണ്ടായിരുന്ന ആളാണ്. അതൊക്കെ പണ്ട് ഈ KSEB ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഈ ഇലക്ട്രിസിറ്റിയിൽ UDF വരുമ്പോഴൊക്കെ ഏകദേശം പവർ കട്ട് നമുക്ക് ഫീൽ ചെയ്യും. LDF പിണറായി വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോൾ ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ LDF വരികയാണെങ്കിൽ പവർ കട്ട് ഉണ്ടാവില്ല. ഇപ്രാവശ്യമാണെങ്കിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലുള്ള മാറ്റം വമ്പിച്ച മാറ്റമായിരുന്നു. ജബ്ബാർ മാഷ് തന്നെ കോവിഡ് ഇൻജക്ഷൻ എടുക്കാൻ പോയപ്പോൾ അഭിപ്രായം പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹത്തിന് സർക്കാർ ആശുപത്രികളെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിച്ചു എന്നാണ്. പല എൻ്റെ സുഹൃത്തുക്കളും പറയുന്നത് സർക്കാർ ആശുപത്രിയുടെ നിലപാട്, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഭയങ്കരമായി വർദ്ധിച്ചു മുമ്പത്തെക്കാളും. അത് സാധാരണക്കാരെ അങ്ങേയറ്റം ബാധിക്കുന്ന, നമ്മൾ ആഗ്രഹം കാണുന്ന, സ്വപ്നം കാണുന്ന ഒരു രീതിയാണെങ്കിൽ അത് LDF സർക്കാർ തുടങ്ങി വെച്ചു എന്നല്ലെങ്കിൽ അതിന് രീതിയിൽ നടത്തി എന്നുള്ളത്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ എത്ര സ്കൂളുകളാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്താനുള്ള വിദ്യാഭ്യാസ കച്ചവടം അവർക്ക്
ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ LDF UDF ഈ താരതമ്യത്തിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഞാൻ വ്യത്യസ്തതയൊന്നും കാണുന്നില്ല കേട്ടോ. ഇപ്പം RTO ഓഫീസിലെ അഴിമതി, സർക്കാർ ആശുപത്രികളിലെ പൊതുജനങ്ങളുമായി, സർക്കാർ ഓഫീസുകളിലെ പൊതുജനങ്ങളുടെ നിലപാടുകളൊക്കെ ബന്ധപ്പെട്ടാൽ UDF ആണെങ്കിലും LDF ആണെങ്കിലും കണക്കാണ്. അതൊക്കെ ജനവിരുദ്ധ നയങ്ങളുമായി കൈക്കൂലി പാപികളുടെയും, രാഷ്ട്രീയക്കാരും ഏകദേശം കോൺഗ്രസ്സുകാരൻ ആണെങ്കിലും താഴെ തട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനാണെങ്കിലും അവരിലൊക്കെ സാരമായ വ്യത്യസ്തതയുടെ പ്രകടനം കാണാൻ സാധ്യമല്ല എന്നുള്ള തുറന്നു പറച്ചിലിന് എനിക്ക് മടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഭരണമികവ് എന്ന് ചോദിച്ചപ്പോൾ നിലനിൽക്കുന്ന ഭരണമികവിനെ കുറിച്ച് പറയുന്നതേ ഉള്ളൂ. അത് സമ്പുഷ്ടമെന്നോ അത് ക്ലിയറെന്നോ അല്ലെങ്കിൽ അത് നമ്മൾ ഇച്ഛിക്കുന്ന രീതിയിലാണോ എന്നുള്ള രീതിയിലല്ല ഞാൻ ഈ അഭിപ്രായം പറഞ്ഞത്. അതുകൊണ്ട് LDF ഭരണം UDF ഭരണത്തെക്കാളും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു എന്നൊരു അഭിപ്രായം ഞാൻ പേർന്നു. മഹാമാരികൾ 3-4 ഉണ്ടായില്ലേ, വെള്ളപ്പൊക്കം, ഓക്കി, അവസാനം കോവിഡ്. ഇതൊക്കെ കൈകാര്യം ചെയ്ത രീതി ഇത് UDF ആണെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യുമോ അറിയില്ല. പക്ഷേ LDF കൈകാര്യം ചെയ്ത രീതി അവരുടെ ഭരണ മികവുമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ, ഇനി മറ്റൊരു പ്രധാന കാര്യം പറയാം. സരിത കേസിൽ, സോളാർ സരിത, ആ കേസിൽ ഉമ്മൻചാണ്ടി നിരപരാധി എന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട് വന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട് അത് ഉമ്മൻചാണ്ടി അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100% അത് കാണാം. അതേ അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എൻ്റെ അഭിപ്രായം. ഇത് പിണറായി സഖാവ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപ്പും കൂട്ടിയേ വിഴുങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇവർ രണ്ടുപേരും എന്ത് കാരണം കൊണ്ടായാലും ഇതിൽ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, പങ്കുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി ഞാൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കാത്തതിൻ്റെ ശക്തമായ കാരണം, ഞാൻ ശശി തരൂരിന് വോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം, അതായത് സാമൂഹ്യ മാറ്റം എന്നുള്ളത് അത് പല വഴികളിൽ കൂടി സംഭവിക്കും. പ്രത്യേകിച്ച് നമ്മളിത് കേരളത്തിലെ ജാതിയുടെ വിവേചനം വളരെ ശക്തമായ ഒന്നാണ്. അതുപോലെ തന്നെയാണ് സ്ത്രീകളോടുള്ള വിവേചനയും നിലപാട്. അത് ശബരിമല വിഷയത്തിൽ അതിന് ശക്തമായ ഒരു മാറ്റം, കുലസ്ത്രീ എന്നുള്ള സങ്കല്പത്തെ തച്ചുടക്കത്തക്ക രീതിയിലാണ് സുപ്രീം കോടതി ശബരിമലയിൽ സ്ത്രീക്ക് പ്രവേശിക്കാമെന്നുള്ള നിർണായക വിധി, അതിബൃഹത്തായ സുന്ദരമായ ഒരു സമനീതിയെ ഉറപ്പാക്കുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതി അതിൽ നടപ്പാക്കിയതെങ്കിൽ അതിനെ ശക്തിയുക്തം വോട്ടിന് വേണ്ടി എതിർക്കാൻ യാതൊരു മടിയുമില്ലാതെ ഞാൻ കോൺഗ്രസിനെ അങ്ങേയറ്റം എതിർക്കാനുള്ള കാരണം ഈ ഒരൊറ്റ കാരണം. അത് സാമൂഹ്യ മാറ്റത്തിന് ചാലശക്തിയായി പ്രവർത്തിക്കേണ്ട ഒന്ന്, അങ്ങനെ പ്രവർത്തിച്ച ഒന്ന്, ആ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഘട്ടമെടുത്ത് നോക്കുമ്പോൾ അത് വലതുപക്ഷ തീവ്രവാദത്തിലേക്ക് നീങ്ങുന്ന രീതിയിലേക്കുള്ള ഒരു ചായ്വ്, മൃദു ഹിന്ദു സമീപനത്തിൻ്റെ ഒരു ചായ്വ് അതിൽ പ്രകടമായി കാണുമ്പോൾ അത് ഒരു സ്വതന്ത്ര ചിന്തകര നിലയ്ക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസം. എനിക്ക് ശശി തരൂരിനെ വലിയ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ നിലപാടുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും ഇത്തരം അഭിപ്രായം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ മറ്റു മാർഗമില്ലാതെ LDFന് വോട്ട് ചെയ്തു. ഇനി രാഹുൽ ഗാന്ധിയെ കൂടി പറഞ്ഞു ഇത് അവസാനിപ്പിക്കാം. ഇത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ BJPക്ക് പകരം വയ്ക്കാവുന്നത് ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എങ്കിലും കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് അക്കണക്കിന് ശക്തിപ്പെടേണ്ടതുണ്ട് കേരളത്തിൽ അടക്കം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഖിലേന്ത്യാ നേതാവ് പല കാരണങ്ങൾ കൊണ്ട് രാഹുൽ ഗാന്ധിയാണ്. അതിൽ പ്രധാനം അദ്ദേഹത്തിൻ്റെ ചെറുപ്പം, ആധുനിക പൗരന് വേണ്ട ഗുണങ്ങൾ അദ്ദേഹം പല സന്ദർഭങ്ങളിലും പ്രകടിപ്പിക്കും. പോരായ്മകൾ ഒത്തിരി ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം വന്നത് ഒരു ഹൈറാർക്കിയുടെ ഭാഗമായി തന്നെ, അല്ലെങ്കിൽ എന്താ പറയുക, കുടുംബവാഴ്ചയുടെ ഭാഗമായി തന്നെ എങ്കിൽ തന്നെയും നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കാണാൻ
ഇനി പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിൽ മത്സരിക്കുമെന്ന് സങ്കല്പിക്കുക. എനിക്ക് പിണറായി സഖാവിൻ്റെ പല പ്രവർത്തനങ്ങളോടും യോജിപ്പും ഉണ്ടെങ്കിലും ഞാൻ അന്ന് വോട്ട് ചെയ്യുക രാഹുൽ ഗാന്ധിക്ക് എന്നതുകൊണ്ട് എൻ്റെ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ട് ഞാൻ ഇത്രയും പറയുന്നേ ഉള്ളൂ. ഇതൊക്കെ 100% ശരിയാണെന്ന് നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പങ്കുവച്ചു എന്നേ ഉള്ളൂ. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.